ഈ ജീവിതകാലത്ത് ഇത്രയും കാലം ഈ പാർട്ടിക്ക് അധ്വാനിച്ച് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാണക്കാട് കുടുംബത്തിനോ നേതൃത്വത്തെയോ വെല്ലുവിളിച്ചിട്ടല്ല, പക്ഷെ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകി. ഈ ജീവിതകാലത്ത് ഇത്രയും കാലം ഈ പാർട്ടിക്ക് അധ്വാനിച്ച് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാണക്കാട് കുടുംബത്തിനോ നേതൃത്വത്തെയോ വെല്ലുവിളിച്ചിട്ടല്ല, പക്ഷെ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകി. നല്ല സങ്കടം ഉണ്ടിട്ടാ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? കേട്ടിട്ടില്ലേ നിങ്ങൾ? അതാണ് കുന്നത്ത് മയമീൻ്റെ അവസ്ഥ. കുന്നത്ത് മയമിക്ക് നല്ല സങ്കടമുണ്ട്. കുന്നത്ത് മയമി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ മുസ്ലിം ലീഗുകാരനായിരുന്നു കുന്നത്ത് മയമിക്ക്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുക്കുമ്പോൾ ഇത്തവണയും തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള ടിക്കറ്റ് കിട്ടില്ല. മങ്കടയിൽ മഞ്ഞളാംകുഴി അലി തന്നെ മത്സരിക്കുമെന്നുള്ളത് കുന്നത്ത് മയമിക്ക് ബോധ്യമായി. ആ ബോധ്യമായപ്പോൾ എന്ന് പറഞ്ഞാൽ കസേരക്ക് യാതൊരു വകുപ്പുമില്ല. കാരണം മങ്കടയിലൊക്കെ മത്സരിച്ചാൽ ഉറപ്പായിട്ടും വിജയിക്കും, ഉറപ്പായിട്ടും MLA ആകും. ലീഗിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ചാൽ ഉറപ്പായിട്ടും വിജയിക്കും, ഉറപ്പായിട്ടും MLA ആകും എന്നുള്ളത് മയമിക്ക് ഉറപ്പാണ്. അപ്പോൾ മയമ എന്താക്കി, ടിക്കറ്റ് കിട്ടൂല എന്ന് കണ്ടപ്പോൾ കസേരക്ക് വേണ്ടിയാണ് പണിയെടുത്തത്. സ്ഥാനാർത്ഥി ആകുമെന്നുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് പണിയെടുത്തത്. പക്ഷേ ഇതാവൂല, ഇപ്രാവശ്യവും കിട്ടൂല. എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് മയമി കരുതിയില്ല. മയമിക്ക് ഇപ്രാവശ്യം തന്നെ കിട്ടിയാൽ മതിയാവുള്ളായിരുന്നു, വാശിയായിരുന്നു. എനിക്ക് ഇപ്രാവശ്യം തന്നെ മത്സരിക്കണം, എനിക്ക് ഇപ്രാവശ്യം തന്നെ MLA ആകണം എന്നുള്ളതായിരുന്നു മയമീൻ്റെ ഒരു നിലപാട്. ഇങ്ങനെ കണ്ടപ്പോൾ മയമി ലീഗിൻ്റെ അകത്താണല്ലോ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ലീഗിൽ ഏകദേശ ധാരണകളൊക്കെ ആയിട്ടുണ്ട്. ഇന്നാൾ മത്സരിക്കും, ഇന്നാൾ ഇന്നിടത്ത് മത്സരിക്കും എന്നുള്ളതൊക്കെ ലീഗിൽ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സർപ്രൈസുകൾ ഉണ്ടായത് അത് ഈ പറയുന്ന പേരാമ്പ്രയിൽ, കൂത്തുപറമ്പിൽ, അതുപോലെ ചില ഇടങ്ങളിലുള്ള ചില സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ ഏകദേശ ധാരണകൾ, എന്നാലും സർപ്രൈസ് ആണെങ്കിലും ഏകദേശ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ 1, 2, 3 ആൾക്കാരെ പേരൊക്കെ ചർച്ചയിലുണ്ടായപ്പോഴും മങ്കടയിലെ പേരുകളിൽ കുന്നത്ത് മയമി എവിടെ ഉണ്ടായിട്ടില്ല. മങ്കടയിൽ നിന്ന് മാത്രമല്ല, ലീഗ് മത്സരിക്കുന്ന 27 സീറ്റിലും കുന്നത്ത് മയമി എവിടെയും ഉണ്ടായിരുന്നില്ല, ഒരു ചർച്ചയിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് മയമിക്ക് നിർബന്ധം, എനിക്ക് മത്സരിക്കണം, എനിക്ക് MLA ആവണം, എനിക്ക് കസേര കിട്ടണം, എനിക്ക് അധികാരം കിട്ടണം, അതല്ലെങ്കിൽ ഞാൻ ഈ പണിക്കില്ല. മയമി ചാടി മറുകണ്ടോ, മയമി ചാടി. പക്ഷെ മയമിക്ക് അറിയുന്നൊരു കാര്യം, ലീഗുകാരെ വെല്ലുവിളിച്ചാൽ നടക്കൂല കാര്യങ്ങളെന്ന്. മയമി അവിടെ എന്താക്കി, ഒരു സൈക്കോളജിക്കൽ മൂവ്, എന്താണ്, വളരെ തന്ത്രപരമായ ഒരു നീക്കം. ഞാൻ ലീഗിനെ വെല്ലുവിളിച്ചിട്ടല്ല, എനിക്കൊരു പ്രതിഷേധമുണ്ട്, അത് അറിയിക്കാനാ. എന്നാൽ പിന്നെ ഈ ഒറ്റക്ക് അവിടെ നിന്ന് പ്രതിഷേധിച്ചോ എന്ന് ലീഗുകാരും പറഞ്ഞ് മങ്കടയിലെ 40,000-ത്തിലധികം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മഞ്ഞളാംകുഴി അലി വിജയിച്ച് കയറി. ഇപ്പം മയമിക്ക് എന്താ പരിപാടി? ഇപ്പം മയമിക്ക് ഒരു പരിപാടിയില്ല. ആ ചെറിയും തോളിലിട്ട് മങ്കടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. രാവിലെ ഇറങ്ങും മയമി, ചെറിയും തോളിലിട്ടും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതന്നെ മയമിക്ക് പണി, വേറെ പണിയൊന്നും മയമിക്കില്ല. മയമി അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും കളിച്ചു നോക്കി, പല പണിയെടുത്ത് നോക്കി. മയമി എന്താക്കി, മയമിൻ്റെ ഒരു ചെങ്ങായിനെ വിളിച്ച് ഫോണിൽ, വിളിച്ചിട്ട് മയമി തന്നെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ട് മയമി തന്നെ ആ ഫോൺ റെക്കോർഡ് സംഭാഷണം എന്താക്കി മെല്ലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത്. എന്താ മയമി പറയണേ? മയമി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ മയമി പഠിച്ച പണി എല്ലാം എടുത്തു നോക്കിന് മങ്കടയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി CPM പിന്തുണയൊക്കെ കൊടുത്ത്. ഇപ്പം മയമിക്കറിയാം ലീഗാരെ വോട്ട് കിട്ടാണ്ട് മങ്കടയിൽ നിന്ന് ജയിച്ച് കയറൂല എന്നുള്ളത് മയമിക്കറിയാം. മയമി CPMമാർ നിങ്ങളൊരു കാര്യം ആലോചിക്കണോ, മങ്കടയിൽ സഖാവ് അൽബിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് അൽബി പോയിട്ട് വലിയ പ്രകടനമൊക്കെ നടത്തി അൽബി പോയിട്ട് നാമനിർദ്ദേശ പത്രികയും കൊടുത്തിട്ട് ആ അൽബിനെ പിൻവലിച്ചിട്ടാണ് CPM എന്താക്കുന്നത്, മയമിക്ക് പിന്തുണ കൊടുക്കുന്നത്. ഈ പിന്തുണ കിട്ടിയപ്പോഴും മയമിക്ക് അറിയാം ഒരു കാര്യം, ലീഗുകാരെ വോട്ടില്ലാണ്ട് മങ്കടയിൽ ജയിക്കൂല.
മായമി എന്താക്കി ഉടനടി ഫോൺ എടുത്ത് ഒരു ഫോണ് തൻ്റെ അനുയായിക്കൊരു ഫോണ് വിളിച്ച് എന്നിട്ട് ആ ഫോണൊന്ന് റെക്കോർഡ് ചെയ്ത്. ഇപ്പോൾ മായമി പറയാണ്, ഞാൻ ലീഗിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുകയാണ്, ഞാൻ എങ്ങോട്ടും പോകൂല, ഞാൻ CPM-ലേക്കൊന്നും പോകൂല, നമുക്ക് അവരോട് കൂടാൻ പറ്റൂല, ഞാൻ ലീഗിലേക്ക് എൻ്റെ തിരിച്ചു വരും, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും ലീഗിലേക്ക്. എന്തിനാ മായമി അങ്ങനെ ഒരു ഐഡിയ എടുത്തേ? ഈ അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ആ മായമി ലീഗിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം മായമിക്ക് കുത്താന്ന് ലീഗുകാർ കരുതുമെന്ന് കരുതിയിട്ട് എന്നാ കുത്തുവോ മായമി? മായമി അത് കുത്തൂല മായമതെ, അനക്ക് തെറ്റി. ഇജി ലീഗിൻ്റെ പ്രവർത്തകരുടെ മനസ്സ് അനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്ര കാലം ലീഗിൽ ചെരച്ച് എന്ന് പറഞ്ഞല്ലോ, ചെരച്ചിട്ടും ഇജ് പണിയെടുത്തത് എൻ്റെ കസേരക്ക് വേണ്ടിയിട്ടാ. അതിനപ്പുറം മായമിക്ക് ലീഗുകാരെ മനസ്സറിയാനുള്ള കഴിവ്, ബുദ്ധി, ബോധം അത് മായമിക്കുണ്ടായിട്ടില്ല. എടാ മായമതെ കുന്നത്ത് മായമേ, അനക്കറിയോ ലീഗുകാരൻ ഈ പോളിംഗ് ബൂത്തിൽ കയറിയാലേ മെഷീൻ്റെ മുമ്പ് പോയാലേ എന്താ നോക്കണമെന്നറിയോ? എന്താ നോക്കണേ? നമ്മളിങ്ങനെ നെക്കണ ആ കള്ളിയിലുള്ള ആ സ്വിച്ച് ഉണ്ടല്ലോ, ആ സ്വിച്ചിൻ്റെ ഇപ്പുറത്തൊരു കള്ളിയുണ്ട്. ആ കള്ളിയിലാണ് കൈപ്പത്തി, കോണി, അരിവാൾ ചുറ്റിക, ആന, ചേന, കത്രിക, കാഹളം മുഴക്കുന്ന മനുഷ്യൻ, ഇതൊക്കെ ഉള്ളത് അതിൻ്റെ നേരെ ഇപ്പുറത്തെ കള്ളിയിലാണ്. അതിൻ്റെ ഇപ്പുറത്തെ കള്ളിയിലാണ് പേരുള്ളത്. അതിപ്പോൾ മയമിയാണെങ്കിലും മഞ്ഞളാംകുഴി അലിയാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ഒക്കെ ആ പേര് ഇപ്പുറത്തെ കള്ളിയിലാണുള്ളത്. അപ്പോൾ ഈ സ്വിച്ചിനോട് അടുത്ത് നിൽക്കുന്ന കള്ളിയിലുള്ളത് ചിഹ്നാണ്. ലീഗുകാരൻ ഈ മെഷീൻ്റെ മുമ്പ് പോയി നിൽക്കുമ്പോൾ ആ പേരുമക്ക് നോക്കാറില്ല, ആ ചിഹ്നം ഏതാണെന്നാണ് നോക്കണേ. അവിടെ കോണിയാണോ അതിന് കുത്തും, ഇനി അവിടെ കൈപ്പത്തിയാണോ എന്നാൽ അതിനും കുത്തും. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ആ കളം, ആ ചിഹ്നം വെച്ചിരിക്കുന്ന കളത്തിനപ്പുറത്ത് ആ കള്ളിയിൽ ആരെ പേര് എന്ന് ലീഗുകാർ നോക്കാറില്ല മായമിയെ. അതെനക്ക് മനസ്സിലായിട്ടില്ല, അതാണ് എൻ്റെ പ്രശ്നം. എന്തായാലും മായമിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. മായമിക്ക് സങ്കടമുണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടൽ ഇങ്ങനൊന്നും ആയിരുന്നില്ല. മങ്കടയിലെ കണക്ക് കൂട്ടൽ മായമി ജയിക്കും, മായമി വലിയ പോരാട്ടം നടത്തും. ഇനി തോറ്റാലും ചില്ലറ വോട്ടിനെ മായമി തോക്കുള്ളൂ. അതും തോക്കൂല. മഞ്ഞളാംകുഴി അലിയെ മായമി കടത്തി വെട്ടും. ലീഗിൻ്റെ വോട്ടുകളൊക്കെ മായമിക്ക് കിട്ടും. ലീഗിൻ്റെ നേതാവായിരുന്നു മായമി, അതുകൊണ്ട് ലീഗിൻ്റെ വോട്ടൊക്കെ മായമിക്ക് കിട്ടും എന്നൊക്കെയായിരുന്നു കണക്ക് കൂട്ടൽ. ഈ കണക്ക് കൂട്ടലിൻ്റെ പുറത്താണ് CPM എന്താക്കിയത്? അവരെ സ്ഥാനാർത്ഥി, അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ. ആൽബി എന്നൊക്കെ പറഞ്ഞാൽ ആരാ? മങ്കടയിൽ ചെറുപ്പം മുതലേ ഈ കൊടിയും പിടിച്ച് ഇങ്ങനെ നടന്ന് ചെറിയും തോളിലിട്ട് നടന്ന് ഇപ്പോൾ എല്ലപ്പാടെ വെള്ള കളറായി, താടി മുടിയൊക്കെ വെള്ള കളറായി. ഇപ്പം അതിൻ്റെ മേലെ ഈ നമ്മളെ ഡൈ അടിച്ചിരിക്കുക, ഈ കറുപ്പിച്ചിട്ട് നടക്കുകയാണ് ആലബി. അത്രയും പ്രായമായപ്പോഴാണ് ആലബിക്ക് ഒരു സീറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് CPM എത്തിയത്. ആ സീറ്റ് കൊടുത്തപ്പോഴാണെങ്കിലോ മായമി ഇപ്പുറം മറുകണ്ഠം ചാടി. CPM നോക്കുമ്പോൾ ആൽബിക്ക് കിട്ടില്ലെങ്കിലും കൂടുതൽ മായമിക്ക് കിട്ടും. നമ്മളെ വോട്ടും കൂടി ആകുമ്പോൾ നമുക്കൊരു സീറ്റ് ഉറപ്പിക്കാം എന്ന് കരുതിയിട്ട് ആൽബിനെ പിൻവലിച്ചിട്ട് മായമിക്ക് എന്താക്കി? മായമിക്ക് പിന്തുണ കൊടുത്ത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരാൻ വേണ്ടി വലിയൊരു ഗ്യാപ്പ് ഉണ്ടായല്ലോ. ആ സമയത്ത് കണക്ക് കൂട്ടി ആ ബൂത്തിൽ ഇത്ര, ഈ ബൂത്തിൽ ഇത്ര, അവിടുത്തെ ബൂത്തിൽ ഇത്ര, ഇന്ന നമ്പർ ബൂത്തിൽ ഇത്ര, 100-ാം നമ്പറിൽ 99-ൽ ഇത്ര, മറ്റേ ബൂത്തിൽ ഇത്ര, കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ നോക്കിയിട്ട് ലാസ്റ്റ് പറഞ്ഞില്ല ഇപ്രാവശ്യം മായമി തൂക്കും. മായമി തോക്കുമെന്നല്ല, മായമി തൂക്കും എന്ന് CPM-കാരൻ പറഞ്ഞ്. മായമിക്ക് ആകെ സന്തോഷമായി. മായമി പടക്കം വാങ്ങി വെച്ച്, പോസ്റ്റർ അടിച്ച്, ബാനർ അടിച്ച്, മറ്റേ DJ-ക്കാരെ വിളിച്ച് എല്ലാം സെറ്റാക്കി. അഡ്വാൻസും കൊടുത്ത് എന്നാൽ മെയ് 4-ന് റിസൾട്ട് അങ്ങോട്ട് എണ്ണാൻ തുടങ്ങിയപ്പോൾ, പെട്ടി പൊട്ടിച്ച് അങ്ങോട്ട് എണ്ണൽ തുടങ്ങിയപ്പോൾ എണ്ണി ലാസ്റ്റ് റിസൾട്ട് പ്രഖ്യാപിച്ച് ഫൈനലായിട്ട് എല്ലാ റൗണ്ടും കഴിഞ്ഞിട്ട് റിസൾട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോൾ 45,609 വോട്ടിന് ലീഗിൻ്റെ സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി വിജയിച്ചു.
ആകെ പോൾ ചെയ്ത വോട്ട് 1,87,686. മഞ്ഞളാംകുഴി അലിക്ക് കിട്ടിയ വോട്ടോ 1,10,000-ലധികം വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പകുതിയിലേറെ എല്ലാ 60%-ത്തിലും ഏറെ വോട്ട് ആർക്ക് കിട്ടി? മഞ്ഞളാംകുഴി അലിക്ക് കിട്ടി. റിസൾട്ട് വന്നപ്പോൾ മായമിങ്ങനെ ചിന്തിക്കുക, ആ ബൂത്തിൽ എനിക്ക് കിട്ടും പറഞ്ഞ്, ഈ ബൂത്തിൽ കിട്ടും പറഞ്ഞ്, അവിടുത്തെ ബൂത്തിൽ കിട്ടും പറഞ്ഞ്, ഒരു ബൂത്തിലും കിട്ടിയില്ലെന്നേ. ഏതെങ്കിലും ഒരു ബൂത്തിൽ ലീഡ് വേണ്ടേ? ഒരു ബൂത്തിൽ ലീഡില്ല, എന്നിട്ടല്ല ഇത്രയും ബൂത്തുകളിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ മഞ്ഞളാംകുഴി അലി ജയിച്ച്. ഇപ്പം മയമി ഇങ്ങനെ ചെറിയും തൊള്ളിട്ട് നടക്കുക. നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയാമോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? പാണക്കാട്ട് തങ്ങൾക്ക് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ മയമി. എന്നാ മയമിക്ക് പ്രതിഷേധം എന്താണ് എന്നുള്ളത് ശരിക്കും ലീഗുകാരനെ അങ്ങോട്ട് കാണിച്ചു കൊടുത്ത്. എന്ത്? പാണക്കാട് തങ്ങളെ സാദിഖലി തങ്ങളെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ. പക്ഷെ പ്രതിഷേധം എങ്ങനെ അറിയിക്കുക എന്നുള്ളത് മയമിക്ക് നന്നായിട്ട് അങ്ങോട്ട് ബോധ്യമായി. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാത്തൊരവസ്ഥയാണ്. ഇതിപ്പോൾ പറയേണ്ടതാണോ ചോദിച്ചാൽ ഇപ്പം പറയാ. കാരണം മയമിൻ്റെ ഒക്കെ കാട്ടിക്കൂട്ടലേ പരാക്രമം അത്രത്തോളമായിരുന്നു മങ്കടയിൽ. നിങ്ങൾ ചോദിക്കും, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് MLA സത്യപ്രതിജ്ഞ ചെയ്ത്, മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത്, സർക്കാർ അധികാരമേറ്റ്, എന്നിട്ടാണോ ഇതൊക്കെ പറയുന്നത്? എന്നിട്ടും പറയണോ? കാരണം മയമയൊക്കെ കാട്ടിക്കൂട്ടിയ പരാക്രമത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല മങ്കടയിൽ. മനസ്സിലായില്ലേ? അതിൻ്റെ കൂടെ ഈ പറയുന്ന സഖാക്കളും മയമയും പാടെ എന്തൊരു തൊന്തരവായിരുന്നിട്ട് ഞങ്ങളെ കൊണ്ടെന്നറിയാം. മങ്കടയിൽ ഇറങ്ങി നടക്കാൻ പറ്റൂലായിരുന്നു. ആകെ 2, 4, 5 ഇത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ എന്നാലോ പരാക്രമത്തിന് ഒരു കുറവുണ്ടായില്ല. തൊന്തരവ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തൊന്തരവ്. മനസ്സിലായില്ലേ? അത് കാണിച്ചു കൂട്ടിയ പരാക്രമം അത്രത്തോളാ. അപ്പം ഇത് ഇപ്പം മാത്രമല്ല, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലും ഇതിൻ്റെ ഇത് തീരൂല. കാരണം അത്രത്തോളം തൊന്തരവ് ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും മയമി ഇപ്പോൾ ചെറിയും തൊള്ളിട്ട് നടക്കുക. മയമി ഇപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് വിട്ടും ചെയ്ത് വാപ്പാൻ്റെ അടുത്ത് അങ്ങോട്ട് എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നടുക്കടലിൽ ഇങ്ങനെ നിൽക്കുക മയമിക്ക്. ഇപ്പം മയമിക്ക് ഒരു കാര്യം ബോധ്യമായി, തീർന്ന്. ഇത്ര കാലം പണിയെടുത്ത് മയമിക്ക്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മയമിക്ക് അടുത്ത പ്രാവശ്യം എന്നെ മത്സരിപ്പിക്കൂ എന്ന് ചിന്തിക്കായിരുന്നു. മയമി അത് ചിന്തിച്ചില്ല. മയമി എന്താ ചിന്തിച്ചേ? എനിക്കിപ്പം തന്നെ കിട്ടണം, എനിക്കിപ്പം തന്നെ MLA ആവണം. കാരണം എന്താ? ലീഗിൻ്റെ ടിക്കറ്റിൽ മങ്കടയിൽ നിന്ന് മത്സരിച്ച ജയം ഉറപ്പാന്ന് മയമിക്കറിയാം. MLA ആകുന്നറിയാം, കാറുണ്ടാകുന്നറിയാം. MLA ബോർഡ് വെച്ച കാറ് വരും, കസേര ഉണ്ടാവും, നിയമസഭയിൽ പോവുക. അങ്ങനെ കുറേ കണക്ക് കൂട്ടൽ മയമി നടത്തി. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ടാണ് മയമി ചാടിയത്. അപ്പോൾ മയമിക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടായുള്ളൂ. എന്ത്? ബോർഡ് വെച്ച MLA ബോർഡ് വെച്ച കാറ് വേണം, കസേര വേണം, അധികാരം വേണം എന്നുള്ളത്. അതാ മയമി ചാടിയേ. മയമിക്ക് ചാടിയതിനുള്ള പണി ലീഗുകാർ അങ്ങോട്ട് കൊടുത്ത് 8 നിലയിൽ കൊടുത്ത് എന്നുള്ളതാണ്.